ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ പറഞ്ഞു നിന്നോട് പോകാൻ. നവീന് ഒന്നും അറിയില്ലല്ലോ അമ്മേ. നവീനോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനേതാ ഗാഥ ഏതാന്ന് നവീന് തിരിച്ചറിയില്ല. എന്റെ കൃഷ്ണേ, ഇപ്പോഴെങ്കിലും നീ വന്ന നന്നായി. ഇവിടെ ഒരു 100 സംശയങ്ങളായിരുന്നു. കളരിക്കലേക്ക് കൃഷ്ണയ്ക്ക് പകരം ഗാഥ എത്തുവോ, സിത്താര മാം കൃഷ്ണയെ ഇറക്കി വിടുവോ, അങ്ങനൊരു 100 സംശയം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെ സംശയിച്ചാലും ഇതിന്റെ അവസാനം എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരവേ ഉണ്ടായുള്ളൂ. നിന്നെ കളരിക്കൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. നീ നവീന്റെ കൂടെ തന്നെ ജീവിക്കുമെന്ന്. സിത്താര മാഡത്തിന് അവസാനം കാര്യം മനസ്സിലായി. മോളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? എന്തായാലും വരുമ്പോ നവീനെയും കൂടെ കൂട്ടായിരുന്നില്ലേ നിനക്ക്? രണ്ടുപേരെ ഒന്നിച്ച് കാണാറുന്നല്ലോ അമ്മയ്ക്ക്. അമ്മേ, ഈ കളരിക്കൽ തറവാടും അവിടുത്തെ രീതികളൊന്നും നമുക്ക് ശരിയാവില്ല. അവരൊക്കെ വലിയ വലിയ കാശുകാരാ, വലിയ വലിയ കമ്പനികള്, ബാങ്കില് കോടിക്കണക്കിന് രൂപയും. നമ്മൾ അങ്ങനെയാണോ? ഞാനും അമ്മയും നാട്ടിൽ എങ്ങനെയാ കഴിഞ്ഞിരുന്നത്? അന്നു കിട്ടിയത് വെച്ചും കുടിച്ചും അതിന്ന് സന്തോഷം കണ്ടെത്തിയോ അല്ലേ? ഇപ്പതേ ഇവിടെ വന്നപ്പോഴോ ഗോപാലമാമനും സുനന്ദേച്ചിയും അങ്ങനെയൊക്കെ തന്നെ. ഗോപാലമാമനും സുനന്ദേച്ചിയും അമ്മയും മോളും ഒക്കെ ആയിട്ട് ഇതുപോലൊരു കുടുംബത്തില് കഴിഞ്ഞ മതി നമുക്ക്. അതിനേക്കാളും രസമായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൃഷ്ണമോളെ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല ഗോപാലമാമ, മുതിർന്നവരെപ്പോഴും പറയാറില്ലേ, അവനവന്റെ കാര്യം നോക്കി നടന്നാ മതിയെന്ന്. നമ്മളൊക്കെ നമ്മുടെ കാര്യം നോക്കുന്നു, അത്രേ ഉള്ളൂ. ഞാനേ ഇപ്പൊ വരാം. ഏയ് നിക്ക്, സത്യം പറ, അവിടെ നിറക്കി വിട്ടോ നിന്നെ? പറയും മോളെ, പോയിക്കൊള്ളാൻ പറഞ്ഞു നിന്നോട്. മോളെ മോളെ കൃഷ്ണ, എന്താ മോളെ 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 കൃഷ്ണ, മോളെ ഗോപാലേട്ടാ. സുനന്ദേ, വേണ്ട. ഗോപാലേട്ടാ, കാര്യം വ്യക്തമായി. നമ്മൾ പ്രതീക്ഷിച്ചതിനെതിരായിട്ടാ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ ആ പാവത്തിനെ ഇറക്കി വിട്ടു. അത് സിത്താര മേഡമാണോ അതോ കളരിക്കൽക്കാരാണോ? ഇനി അത് മാത്രം അറിഞ്ഞാ മതി. അവൾ ഇതെങ്ങനെ സഹിക്കും? അവരമ്മയും മോളും കുറച്ചേരം സംസാരിക്കട്ടെ. അതിനിടയിലേക്ക് നീ പോകണ്ട. കഷ്ടായി പോയി. ആ, ഉപകാരം കഴിഞ്ഞപ്പോ കറിവേപ്പില പോലെ എടുത്ത് പുറത്തിട്ടു, അത്ര തന്നെ. അവരെല്ലാവരും ജയിച്ചു, ഞാൻ മാത്രം തോറ്റുപോയമ്മേ. അവർക്കെല്ലാവർക്കും ഐശ്വര്യം വന്നപ്പോ ഞാൻ മാത്രം ബാക്കിയില്ലാത്തവളായിപ്പോയി. കൃഷ്ണേ പോട്ടെ, മോള് പറഞ്ഞത് തന്നെയാ കാര്യം. അവരൊക്കെ വലിയ ആൾക്കാര്, കോടീശ്വരന്മാര്. അവർക്കൊക്കെ തട്ടിക്കളിക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ പോലെ കുറച്ചു പേരെ സൃഷ്ടിച്ചിരിക്കുന്നേ. നവീൻ എന്തു പറഞ്ഞു? നവീൻ പറഞ്ഞു നിന്നോട് പോകാൻ?
നവീന് ഒന്നും അറിയില്ലല്ലോ അമ്മേ. നവീനോട് ആരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനേതാ ഗാഥ ഏതാന്ന് നവീന് തിരിച്ചറിയില്ല. പോട്ടെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. എന്ത് മാർഗം? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കോ? അതിന് ചെന്ന കാശ് വാങ്ങിച്ച് വേഷം കെട്ടാൻ പോയതിന് ആദ്യം എന്നെ ആയിരിക്കും പിടിച്ച് അകത്തിടുന്നത്. ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എനിക്കാ തെറ്റുപറ്റിയത്. ആരോടും ഞാൻ അടുക്കണ്ടായിരുന്നു. ഗാഥ കാണിക്കുന്നത് പോലെ എല്ലാവരും വെറുപ്പിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. അപ്പോ ഇറങ്ങിപ്പോരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. ഇത് എല്ലാവരെയും സ്നേഹിച്ചു പോയില്ലേ? പ്രാണനെ പോലെ കണ്ടുപോയില്ലേ ഞാൻ? അതുകൊണ്ട് അമ്മ, അതുകൊണ്ട് എനിക്ക് ഈ വേദന. അമ്മേ, മോളെ, നവീൻ സൂക്ഷിച്ചു. I'm okay. I'm all right. ഭർത്താവിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരിക. ഒരുങ്ങിക്കെട്ടി ചന്തം ചാർത്തി വന്നിരിക്കുന്നുണ്ടോ? മോളെ, ആപത്തിനെ കുറിച്ചുള്ള ശങ്കകളൊക്കെ ഒഴിഞ്ഞു. ഇനിയാണ് നിങ്ങൾ രണ്ടുപേരും ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. ഐശ്വര്യമായിട്ട് കയറി വാ. വലതുകാൽ വെച്ച് കയറിക്കോ മോളെ.